വലിയ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഗ്യാരേജിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പുതിയ വണ്ടിയും കൂടിയും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമ്പോൾ വാറ്റ്സ് ഇടാനുണ്ട്, അതുപോലെ തന്നെ റൂഫ് കുറച്ച് പോളിഷിങ് കാര്യങ്ങളും ബാക്കിയുണ്ട്. അപ്പോൾ അതായത് നമ്മളുടെ വണ്ടിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബോണറ്റിൻ്റെ ഒരു ക്രോമ് സെറ്റ് ചെയ്യാനുണ്ട്. വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് ഗാരേജിലെ വ്ളോഗായിട്ട് തന്നെയാണ്. ഞാനിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി നിങ്ങൾ ഒരു വീഡിയോ കണ്ടിരിക്കുകയാണ്. ഞാൻ റൂഫൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, വീട്ടിൽ വണ്ടി കൊണ്ടുപോയിട്ട് റൂഫൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ട് ഗാരേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടെ വീട്ടിലിട്ടിട്ട് കാര്യമില്ല, നമുക്ക് ഈ വണ്ടി ഗാരേജിലാണ് പെയിൻറ്റിങ് ചെയ്യണം. പെയിൻറ്റിങ് അല്ല മെയിൻ ഈ വണ്ടിക്ക് പാച്ച് വർക്കാണ് മെയിൻ. കണ്ട ഇവിടെയൊക്കെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്, അത്രയ്ക്കും ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റൂഫും കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ആ വൈബ്രേഷൻ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ടെമ്പറായിട്ട് ഇരിക്കുന്നുണ്ട്. സിലിക്കോണൊക്കെ നല്ല രീതിയിൽ ഇട്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിപ്പോൾ ഇനി ഗാരേജിൽ കൊണ്ടുവിടണം. കാരണം വീട്ടിലിട്ടിട്ട് കാര്യമില്ല, ബാക്കിയുള്ള വർക്കും കാര്യങ്ങൾ തുടങ്ങണം. പിന്നെ ഗാരേജിൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതാദ്യം പോയി കണ്ടിട്ട് വരും. ഇതിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇതൊരു സിൽക്കി ഗോൾഡ് ഇന്നോവ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇന്നോവ അതെ ഇവിടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പേൾ വൈറ്റ് ഇന്നോവ ഗ്ലാസ് സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ഫ്രണ്ട് ബാക്ക് സെറ്റിംഗ് ഉണ്ട്. പിന്നെ ഇതൊരു ഇന്നോവ ഫ്രണ്ട് ഐക്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ട്, ആ പാച്ച് വർക്കും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ട് വീഡിയോ വരുന്നതാണ് കേട്ടോ. സെറ്റിങ്ങും ഫൈനൽ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാക്സ് പോളിഷിങ് ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഒരു 1:7 എന്ന് പറഞ്ഞ സിൽവർ കളർ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ പെയിൻറ്റ് എടുക്കുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ പേര് അരുൺ ഭായ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പെയിൻ്റാണ് അടിക്കണത് കേട്ടോ, ബേസ് അല്ല, നമ്മുടെ പെയിൻറ്റ് കോട്ട് അടിക്കണത്. 1:7 എന്ന് പറഞ്ഞ കളറാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഇതിൻ്റെ ബേസ് കോട്ടൊക്കെ കഴിഞ്ഞ് സ്പോട്ട് പുട്ടി കാര്യങ്ങളെല്ലാം ഇട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ പെയിൻറ്റിങ് അവൻ തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടൈമിലും ഓരോ ഗണ്ണ യൂസ് ചെയ്യാം. ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്ന ഗണ്ണ ആയിരിക്കില്ല ഇത് കീറടിക്കുമ്പോൾ യൂസ് ചെയ്യാം. പ്രൈമർ അടിക്കുന്ന ഗണ്ണ ആയിരിക്കില്ല ചിലപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അതിന് ഓരോ ഗണ്ണുകളുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് പുതിയ വണ്ടിയും കൂടിയും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ വന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മൾക്ക് ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്തതിന് ശേഷം അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് വന്ന വണ്ടി ഇതാണ്, റിറ്റ്സ് ആണ്. ഇത് ഫുൾ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഫുൾ പെയിൻറ്റിങ് ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ കസ്റ്റമർ ഞാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ കസ്റ്റമറെ വീഡിയോ കോൾ ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ മനസ്സിലാക്കണം. ഇവിടെ ജോബ് കാർഡും കാര്യങ്ങളെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, എന്നാലും നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ വർക്ക് സ്റ്റാർട്ടിങ് തുടങ്ങും കേട്ടോ. അപ്പോൾ നല്ലൊരു വണ്ടിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കംപ്ലയിൻസ് ഇല്ല. ഇവിടെയൊക്കെ തുരുമ്പുണ്ട്, ബോഡി വലിയ ഡെൻറ്റിങ് പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കിൽ ബമ്പർ ചെറിയ ഡാമേജ് കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സിൽക്കി ഗോൾഡ് ഇന്നോവ നാളെ ഡെലിവറി ആവണ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുമ്പോൾ വാറ്റ്സ് ഇടാനുണ്ട്, അതേപോലെ തന്നെ റൂഫ് കുറച്ച് പോളിഷിങ് കാര്യങ്ങളും ബാക്കിയുണ്ട്. അപ്പോൾ നാളെ ഡെലിവറി ആവാനുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ വാഷിങ് ചെയ്യണം, വണ്ടി വാഷിങ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേറൊരു വണ്ടിയും കൂടി കാണിച്ചു തരാം. നമ്മൾക്കൊരു കാര്യം, നമുക്ക് ഈ വണ്ടി ആദ്യം ഓടിച്ച് നോക്കാം. എന്തായാലും നമ്മൾക്ക് ഒരു വണ്ടി പിക്കപ്പ് ചെയ്യാനായിട്ട് പോകാനുണ്ട്. നമ്മൾക്ക് ഈ ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കാം. അപ്പോൾ ടോമ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നോക്കിയിരിക്കുകയാണ്. കാരണം നമ്മളുടെ റിറ്റ്സ് പെട്രോളാണ്. അപ്പോൾ സസ്പെൻഷൻ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായാലും കുറച്ച് റഫായിട്ടുള്ള റോട്ടിൽ ഓടിക്കണം, എന്നാലും അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ഇതേപോലെ റബ്ബറൈസർ റോട്ടിലൊക്കെ ഓടിച്ച് സസ്പെൻഷൻ കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മൾക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കറുടെ വീട്ടിലൊരു ഇന്നോവയുണ്ട്. അപ്പോൾ നമ്മുടെ വർക്കർക്ക് കോവിഡായിരുന്നു മുന്നേ കുറച്ചാൾ മുമ്പ്. അപ്പോൾ അത് കാരണം 2 മാസത്തോളം പിന്നെ ലോക്ക്ഡൗൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഗ്യാരേജിലേക്ക് ഇപ്പോഴും വരാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷേ നമ്മളുടെ ഗ്യാരേജിൽ ഓൾറെഡി 2 പാച്ച് വർക്കർ വേറെ ഉണ്ട്. പക്ഷേ ഫ്രണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ട് ആളിത്തിരി സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ട് മാത്രം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ വീട്ടിൽ വണ്ടി ഇപ്പോൾ 3 വണ്ടിയോളം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു വണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആൾ അടുത്ത ആഴ്ച തുടങ്ങി ഗ്യാരേജിലും വന്ന് തുടങ്ങുള്ളൂ കേട്ടോ. കാരണം ആൾക്ക് എന്തോ കഷായം ഈ മറ്റേ കോവിഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുർവേദ ചികിത്സയും കണ്ടുണ്ട്. അപ്പോൾ അത് തീരാനായിട്ട് കാത്തിരിക്കുകയാണ് ആൾ ഗ്യാരേജിലേക്ക് വരാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഒരു വണ്ടി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾക്ക് ഇതിൻ്റെ കൂടെ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടോമിനെ എല്ലാവർക്കും അറിയാമല്ലോ. ടോം നമ്മുടെ ഒരു പാർട്ട്ണറും കൂടിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ അതേ നമ്മളുടെ വണ്ടിയുടെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ബോണറ്റിൻ്റെ ഒരു ക്രോം സെറ്റ് ചെയ്യാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് പോളിഷിങ് കാര്യങ്ങളും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്താലേ അത് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് ഫ്രണ്ട് മാത്രം സെറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്ക് ഇത്രയും ഭാഗങ്ങൾ നമ്മൾ സാധാരണമാതിരി മുന്നത്തെ മാതിരി തന്നെയാണ്. ഫുള്ളായിട്ട് വണ്ടി പോളിഷിങ് കാര്യങ്ങളും ചെയ്യും. ബാക്കിൽ ഡിക്കി ക്രോം വരും. അപ്പോൾ അതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ കുറേ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഈ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇന്നലെ എനിക്ക് പറയാനായിട്ട് സാധിച്ചില്ല. ഏകദേശം നമ്മൾ ഫ്രണ്ട് ബമ്പർ ആക്യുറേറ്റിൻ്റെ ബമ്പറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 4 ബമ്പർ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ട്. 2300 കേട്ടോ ഒരു ബമ്പറിന് വരുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ സൈഡിലെ സ്കർട്ടിങ് ആക്യുറേറ്റിൻ്റെ സൈഡ് സ്കർട്ടിങ്ങാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഇതും ഏകദേശം 3 എണ്ണം നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് 3300 റേറ്റ് വരുന്നത് കേട്ടോ. റേറ്റിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് അല്ല പറയണത്. ചില സമയങ്ങളിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വേരിയേഷൻ കാര്യങ്ങളൊക്കെ വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ വാങ്ങിയാണത് വെതർ സ്ട്രിപ്പ്. നമ്മൾ വെതർ സ്ട്രിപ്പ് നമ്മുടെ ഇന്നോവയ്ക്ക് യൂസ് ചെയ്യുന്ന വെതർ സ്ട്രിപ്പ് 1600 റേറ്റ് വരുന്നുണ്ട്. ഇത് കുറഞ്ഞതൊക്കെ വരുന്നുണ്ട്, പല ടൈപ്പിലും വരുന്നുണ്ട് ഈ വെതർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ 1600 വെതർ സ്ട്രിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ബാക്കിലെ ബമ്പർ ഫ്രണ്ട് ബമ്പർ ഇപ്പോൾ ഇഷ്ടംമാതിരി ഉണ്ട് ഇവിടെ തന്നെ വയ്ക്കാം. ഇത് ആക്യുറേറ്റിൻ്റെ ഫ്രണ്ടിലെ ഡിക്കിയുടെ ക്രോമാണ്, ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ ക്രോമാണ്. ഇതിന് വരുന്ന റേറ്റ് 1200 ഇതിൻ്റെ കിറ്റും സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. 8 വോൾട്ടും കാര്യങ്ങളൊക്കെ. ഇത് ബാക്കിൽ വരുന്ന ഡിക്കിയുടെ ക്രോമാണ്. ഇത് ഡിക്കിയുടെ ക്രോം ഏകദേശം 2800 റേറ്റ് വരുന്നുണ്ട്. ആക്യുറേറ്റിൻ്റെ ഡിക്കി ക്രോമാണ്. ഇതിൻ്റെ 8 വോൾട്ടും സാധനങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് നമ്മൾക്ക് സെപ്പറേറ്റ് ബീഡിങ് ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ വരുന്ന കിറ്റല്ലാണ്ടും നമ്മൾ സെപ്പറേറ്റ് ബീഡിങ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളുടെ ബാക്കിലെ ബമ്പറാണ്. ബാക്കിലെ ബമ്പറും നമ്മൾ 4 എടുത്തിട്ടുണ്ട് ഇതേപോലെ. അപ്പോൾ ഇതും ഏകദേശം 2300 റേറ്റ് വരുന്നുണ്ട്. ഇത് ഫെൻഡർ ലൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ വീലിൻ്റെ ആർച്ചാണിത്. ഉള്ളിൽ വരുന്ന ഫെൻഡർ ലൈനിങ് ആണ്. അപ്പോൾ ഇതും നമ്മൾ 4 സെറ്റ് എടുത്തിട്ടുണ്ട്. ഇതിന് വരുന്ന റേറ്റ് ഏകദേശം 1200 ഇതും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആക്യുറേറ്റിൻ്റെ ഗ്രില്ലാണ് നമ്മൾ യൂസ് ചെയ്യണത്. നമ്മൾ ഗ്രില്ല് അത് വലിയ ബോക്സിൽ തന്നെ വരണത്, ഇതേപോലെയുള്ള ബോക്സിൽ തന്നെ വരണം. നമ്മൾ കൊണ്ടുവരാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബോക്സ് കളഞ്ഞതാണ് കേട്ടോ. ആക്യുറേറ്റിൻ്റെ ഗ്രില്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം ഒരു 3300 ഇതിനും റേറ്റ് വരുന്നുണ്ട് കേട്ടോ. റേറ്റിൽ അങ്ങോട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ബമ്പറിൻ്റെ ബ്രാക്കറ്റുകൾ, പിന്നെ ഫ്രണ്ടിൽ വരുന്ന സെൻറ്ററിൻ്റെ സ്റ്റേ, ക്ലിപ്പുകൾ, സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതപ്പോൾ ഞാൻ എന്തെങ്കിലും പറയണില്ല. ഓക്കെ, അപ്പോൾ ഇത്ര സാധനങ്ങളാണ് പർച്ചേസിങ് കാര്യമെല്ലാം നടന്നത്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഇന്നത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ അടിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് കേട്ടോ. ഇന്നത് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചു, അത് നേരത്തെ നിങ്ങൾ കണ്ടത് തന്നെ. അപ്പോൾ ആ വണ്ടി ഫുൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ കോട്ട് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പെയിൻറ്റ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് പോളിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒരു MH രജിസ്ട്രേഷൻ ടൈപ്പ് 3 വണ്ടിയായിരുന്നു. ഇത് 4 കൺവേർഷനും ഫുൾ പെയിൻറ്റിങ്ങും പിന്നെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് നോർമൽ ഹെഡ്ലൈറ്റ് തന്നെയാണ്. പക്ഷേ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഡെപ്പോൻ്റെ ഹെഡ്ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളും പെയിൻറ്റിങ് ഈ വണ്ടിയുടെയാണ്. സ്കർട്ടിങ് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പുറത്ത് വരുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് മാത്രം സെറ്റ് ചെയ്ത വണ്ടി നേരത്തെ നിങ്ങൾ കണ്ടിരിക്കും, ഈ വണ്ടി എടുത്തുകൊണ്ട് വരുന്നതൊക്കെ. അപ്പോൾ അത് കട്ടിങ് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോളിഷിങ് അപ്പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അർജൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളായിട്ടുള്ള പോളിഷിങ് ഉണ്ട്, അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യണം. പുറത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ സിൽക്കി ഗോൾഡ് ഇന്നോവ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെലിവറിക്ക് വേണ്ടി റെഡിയായി പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മളുടെ നാഡോഗ്രെ വണ്ടി വരണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ കണ്ടിരിക്കും നിങ്ങൾ.
അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് മിറർ ചെറിയ ഡാമേജ് ഉണ്ട്, അത് ക്ലിയർ ചെയ്യണം. അതേപോലെ പോളിഷിംഗ് ഉണ്ട്. പിന്നെ വണ്ടി കുറച്ച് നാളായിട്ട് വാഷിങ്ങിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഔട്ടർ ബോഡി വാഷ് ചെയ്ത് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ഒന്നുകൂടിയും ഇത് പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്ര നാൾ കിടന്ന കാരണം നമുക്ക് ഒന്നുകൂടി എന്തായാലും വാക്സ് അപ്ലൈ ചെയ്യാണ് പോകുമ്പോൾ വണ്ടി ക്ലിയർ ആയിട്ട്. അപ്പോൾ വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ വാഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇന്നർ സൈഡിൽ ബ്ലാക്ക് അടിക്കാനുണ്ട്. അതേപോലെ തന്നെ വാക്സ് അപ്ലൈ ചെയ്യാനുണ്ട്. പിന്നെ ബാക്കിലെ സ്പോയിലർ ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുന്നത് കേട്ടോ. ഒരു പോണ്ടിച്ചേരി വണ്ടിയാണ് കേട്ടോ. പോണ്ടിച്ചേരിയിൽ നിന്ന് നമ്മൾക്ക് ഗ്യാരേജിലേക്ക് വന്നതാണ്, ഇത് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ വണ്ടി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സിൽക്കി ഗോൾഡ് നാളെ ഡെലിവറി ഇടാം. ഇന്ന് ഡെലിവറി എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അവർ നാളെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് പർച്ചേസിങ് കാര്യങ്ങളും വണ്ടിയുടെ ഡെലിവറിയും അതേപോലെ തന്നെ അടുത്ത വണ്ടി ഡെലിവറിക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പെയിൻറ്റിങ് കഴിഞ്ഞ വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്നൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ നാളെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കിടക്കുന്ന വണ്ടി, ഈ 3 വണ്ടി എന്തായാലും നാളെ പോകാനുള്ളതാണ്. 1 നാഡോ ഗ്രേ, സിൽക്കി ഗോൾഡ്, റെഡ്, ഈ 3 വണ്ടി എന്തായാലും നാളെ പോകാനുള്ളതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഒരു ഗാർണറ്റ് റെഡ് വണ്ടി പോകാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.